നമസ്കാരം. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ഡോക്ടർ നിത്യ ആർ, കൺസൾട്ടന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് യൂറോളജി, കിംസ് ഹെൽത്ത്, ട്രിവാൻഡ്രം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഈ സ്ത്രീകളിൽ യൂറിനറി ഇൻകോണ്ടിനൻസ്, അതായത് യൂറിൻ ഇങ്ങനെ അറിയാണ്ട് പോകുന്നത് എത്രത്തോളം കോമൺ ആണ്? അതിന്റെ റീസൺസ് എന്താണ് ഡോക്ടർ? സാധാരണ ഒരു പ്രസവം കഴിയുമ്പോഴോ അല്ലെങ്കിൽ പ്രായമാകുമ്പോഴോ ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രോബ്ലം ആയിട്ടാണ് എല്ലാവരും കരുതുന്നത്. ഈ യൂറിൻ അറിയാതെ കൺട്രോൾ ഇല്ലാതെ പോകാം. അത് ചിലവർക്കാണെങ്കിൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പോകുന്ന ഒരു കണ്ടീഷനായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തോന്നിയാൽ ഉടനെ വാഷ്റൂമിലേക്ക് ഓടുന്ന ഒരു കണ്ടീഷനായിരിക്കാം. ഇതെല്ലാം യൂറിനറി ഇൻകോണ്ടിനൻസ് ആയിട്ട് തന്നെയാണ് പേഷ്യൻ്റ് നമ്മളോട് വന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ പ്രസവം, മെനോപോസ്, അമിതവണ്ണം, ഏജ് ആകുമ്പോൾ ഇതെല്ലാം ഒരു റീസണാണ്. ഇതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ വീക്കൻ ചെയ്യുന്ന കണ്ടീഷൻസാണ്. അപ്പോൾ ഇത് കാരണം നമ്മുടെ ഓരോ യൂറിനറി ബ്ലാഡർ, മൂത്രനാളി, വജൈന ഇതെല്ലാം അഫക്റ്റഡ് ആവുന്നതുകൊണ്ടാണ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇത് കോമൺ ആണപ്പോൾ? കോമൺ ആണ്. ഒരു 30 അല്ലെങ്കിൽ 40 ഇയേഴ്സ് കഴിയുന്ന മിക്ക ഫീമെയിൽസിലും, മോർ ദാൻ 50% ഫീമെയിൽസിനും ഇത് യൂറിനറി ഇൻകോണ്ടിനൻസ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കണ്ടേക്കാം. അടുത്തൊരു സംശയം, ഈ യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് ഇതിന് ഒരു റിലേഷൻ ഉണ്ട്, ഈ ഇൻകോണ്ടിനൻസിന് റിലേഷൻ ഉണ്ട്. കാര്യം യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് യൂറിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്, പക്ഷെ ചില കേസിൽ യൂറിൻ ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന കേസസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഡോക്ടർ? ഒരു യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒരു മെയിൻ സിംറ്റമാണ് ഈ മൂത്രം അറിയാതെ പോകുന്നത്. അപ്പോൾ മിക്ക യൂറിനറി ഇൻഫെക്ഷനുള്ള പേഷ്യൻസും വന്ന് പറയുന്നത് മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് പോണ്ടി വരുന്നു എന്നായിരിക്കും. അപ്പോൾ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ കാരണമുള്ളതാണോ എന്ന് കൂടെ നമ്മൾ അതിനെ പരിശോധിച്ച് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇൻകോണ്ടിനൻസ് ആയിട്ടും പ്രസൻറ്റ് ചെയ്യാറുണ്ട് യൂറിനറി ഇൻഫെക്ഷൻ. ഇനി ഈ UTIയുടെ ഒരു മേജർ റീസൺസ് എന്തൊക്കെയാണ്? സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രായത്തിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം കുട്ടികളിലായാലും ഒരു യങ് ഏജിലുള്ള ഫീമെയിൽസ് ആയാലും ചിലപ്പോൾ മെനോപോസ് ആയിട്ടുള്ള ഫീമെയിൽസ്, ഏജ്ഡ് ഫീമെയിൽസ്, എല്ലാവർക്കും യൂറിനറി ഇൻഫെക്ഷൻ ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഇതിന് മെയിൻ കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് ഫീമെയിൽസിൻ്റെ യൂറിത്ര എന്ന് വെച്ചാൽ മൂത്രനാളി വളരെ ഷോർട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ബാക്ടീരിയ എല്ലാം യൂറിനറി ബ്ലാഡറിലേക്ക് എൻ്റർ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഫീമെയിൽസിന് ഈ പറഞ്ഞ പോലെ മെനോപോസ്, ഓൾഡ് ഏജ്, പ്രഗ്നൻസി, പോസ്റ്റ് ഡെലിവറി, ഇങ്ങനെ പല കണ്ടീഷൻക്കും ഈ യൂറിനറി ഇൻഫെക്ഷന് പ്രീഡിസ്പോസിങ് ഫാക്ടറാണ്. ഇപ്പോൾ മെനോപോസിലാണെന്ന് മെനോപോസ് കണ്ടീഷനിൽ ഈസ്ട്രജൻ കുറവായിരിക്കും, ഹോർമോൺ. അത് റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ സ്വതവേ ഉള്ള പോലെ ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, അൺകൺട്രോൾ ഡയബറ്റീസ്, ഇതെല്ലാം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ ചാൻസ് കൂടിയ കണ്ടീഷൻസ്. ഈ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് റിപ്പറ്റേറ്റീവ് UTI വരുന്നത്. അതായത് നമ്മൾ എത്ര റൂൾ ഔട്ട് ചെയ്ത് വൈറസ് എത്രത്തോളം ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും പിന്നെയും റിപ്പറ്റേറ്റീവ് ആയിട്ട്, അതായത് നമ്മൾ ക്യൂർ ചെയ്യാൻ മെഡിസിൻ എടുത്ത് കഴിഞ്ഞും വരുന്ന കേസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണ് ഡോക്ടർ? ഇത് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ പ്രസൻറ്റേഷനാണ് യൂറോളജി OPയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന യൂറിനറി ഇൻഫെക്ഷൻ. വളരെ നമ്മളൊരു കുറച്ച് ഡീറ്റെയിൽ ഇവാലുവേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പല കണ്ടീഷൻസുമാണ് റൂൾ ഔട്ട് ചെയ്യുന്നത്. കാരണം മോസ്റ്റ് കോമൺ ഇന്നാഡിക്വേറ്റ്ലി ട്രീറ്റഡ് ആയിരിക്കും. കറക്റ്റ് യൂറിൻ കൾച്ചർ നോക്കിയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് കറക്റ്റ് കോഴ്സിൽ കൊടുക്കാത്തത് ആണ് മെയിൻ റീസൺ. പിന്നെ നമ്മൾ ഈ അൺകൺട്രോൾ ഡയബറ്റീസ് ആണോ, ഇല്ല കിഡ്നിയിൽ വല്ല പ്രോബ്ലംസ്, കിഡ്നി സ്റ്റോൺസ് ഉണ്ടോ, കിഡ്നിയിൽ എന്തെങ്കിലും വീക്കോ ആയിട്ടുണ്ടോ, ബ്ലാഡറിൽ മൂത്രം തങ്ങി നിൽക്കുന്നുണ്ടോ, ഇങ്ങനെ പല കാരണങ്ങളും നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ റിക്കറൻറ്റ് UTIക്ക് നമ്മൾ കുറച്ചുകൂടെ അഡ്വാൻസ് ടെസ്റ്റുകളുണ്ട്. സിസ്റ്റോസ്കോപ്പി, യൂറോഫ്ലോമെട്രി എന്ന് പറഞ്ഞ കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഈ റിക്കറൻറ്റ് UTI, അപ്പോൾ നമ്മളത് വെജൈനൽ ഇൻഫെക്ഷൻ ആണോ എന്നും കൂടെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. അപ്പോൾ റിക്കറൻറ്റ് UTI വന്നു കഴിഞ്ഞാൽ അതെന്തായാലും ഒരു യൂറോളജിയിലെ കണ്ട് അതിൻ്റെ റീസൺസ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. അത് കറക്റ്റ് റീസൺ കണ്ടുപിടിച്ച് അത് ഫുള്ളായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റും. ചിലവർക്ക് ഒരു ചെറിയ ഡോസ് ആൻറ്റിബയോട്ടിക് പ്രൊഫൈലാക്സിസ് എന്ന് പറയും, അതൊരു ലോങ് ടേം ആയിട്ട് കൊടുക്കേണ്ട ആവശ്യം വരും. ഇപ്പോൾ പുതിയ റീസെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ചില മോളിക്യൂൾസ് ഉണ്ട്, അത് ചില ആൻറ്റിസെപ്റ്റിക് ടാബ്ലറ്റ്സ് ആണ്. അത് നമുക്ക് കുറച്ച് 3 months അല്ലെങ്കിൽ 6 months ഒക്കെ കൊടുക്കുമ്പോൾ ഈ റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ അതുപോലെ ബ്ലാഡർ എംപ്റ്റി ചെയ്യേണ്ടത് എത്ര ഗ്യാപ്പിലാണ്? അതായത് ചിലരിപ്പം ഈ ഡസ്റ്റ് ജോലിയൊക്കെ ചെയ്യുന്നവർ ചില സമയത്ത് യൂറിനേറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു സമയം കണ്ടുപിടിച്ച് പോകാറില്ല. അവരിങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കും. ഇത് മാത്രമല്ല, പല ജോലിയിലിരിക്കുന്ന പലർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്, അതായത് വാഷ്റൂമിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എത്ര നേരം കൂടുമ്പോൾ നമ്മൾ ബ്ലാഡർ എംപ്റ്റി ചെയ്തിരിക്കണം?
അതായത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറയും ആഡിക്വേറ്റ് വാട്ടർ ഇൻടേക്ക് ചെയ്യൂ. അപ്പോൾ നമ്മളൊരു 2 to 2.5 ലിറ്റേഴ്സ് വെള്ളം കുടിക്കൂ. അത് കറക്റ്റ് എംപ്റ്റി ചെയ്യേണ്ടത് ആക്ച്വലി 2 to 3 അവേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ബ്ലാഡർ എംപ്റ്റി ചെയ്യണം എന്നാണ് പറയുക. അതാണ് ടൈംഡ് വോയിഡിങ്. നമ്മൾ കറക്റ്റ് ബ്ലാഡർ ഹെൽത്തി ഹാബിറ്റ്സ് ഓഫ് ബ്ലാഡറിൽ ഇൻക്ലൂഡഡ് ആക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു മോർണിംഗ് 6 o'clock ഒഴിച്ചാൽ ഓക്കെ 9 o'clock ആകുമ്പോഴേക്കും നമ്മളൊരു ബ്ലാഡർ എംപ്റ്റി ചെയ്യുന്നത് നമ്മുടെ പാർട്ടായിട്ട് നമ്മൾ കരുതണം. ഇല്ലെങ്കിൽ നമ്മൾ അതിന് ആ സമയത്ത് കുറച്ച് വെള്ളം കുടിക്കുക, യൂറിൻ പാസ് ചെയ്യുക. അപ്പോൾ എവറി 2 to 3 hours നമ്മൾ എംപ്റ്റി ചെയ്യാനാണ് നമ്മൾ എല്ലാ ഏജിലുള്ള എല്ലാ മെയിൽസ് ഫീമെയിൽസ് എല്ലാവരോടും അഡ്വൈസ് ചെയ്യുന്നത്. ഒരു 2 to 3 hours എംപ്റ്റി ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മൾ അങ്ങനെ ഒരു ഏർജ് ഇല്ലെങ്കിൽ പോലും നമ്മൾ കറക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഏജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആഫ്റ്റർ പ്രഗ്നൻസി ഡെലിവറി അല്ലെങ്കിൽ ഓൾഡ് ഏജിലൊന്നും ആ സെൻസേഷൻസ് കുറവായിരിക്കും. ഇപ്പോൾ ബ്ലാഡർ ഫില്ലായി എനിക്ക് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള സെൻസേഷൻസ് കുറയും. അന്ന് വെച്ച് നമ്മളത് ഹോൾഡ് ചെയ്തിരിക്കുമ്പോഴാണ് മിക്ക യൂറിനറി ഇൻഫെക്ഷനും യൂറിനറി ഇൻകോണ്ടിനൻസ് ഇതിനെല്ലാം റീസൺ വൺ മെയിൻ റീസൺ ഹോൾഡ് ചെയ്യുന്നതാണ് മെയിൻ റീസൺ. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് സമയത്ത് ഒരു ബ്ലാഡറിനെ എംപ്റ്റി ചെയ്യുമ്പോൾ ഈ പറയുന്ന ഒരു 80% കണ്ടീഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, അതുപോലെ ഈ ബ്ലാഡർ പ്രൊലാപ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണ് അതിൻ്റെ ബേസിക് ഐഡിയ ഒന്ന് പറഞ്ഞുതരാമോ? ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പ്രഗ്നൻസി, മെനോപോസ്, ഓൾഡ് ഏജിലെല്ലാം ഈ മസിൽ വീക്ക്നെസ് കാരണം ഈ ബ്ലാഡർ മാത്രം അത് പുറത്ത് തള്ളി വരും. എന്ന് വെച്ചാൽ അത് ത്രൂ വെജൈന അതൊരു പ്രൊലാപ്സ് ആയിട്ട് വരുന്നതാണ്, തള്ളി വരുന്നതാണ്, അതിൻ്റെ ഒരു ഹെർണിയേഷൻ. അപ്പോൾ അത് ചിലപ്പോൾ യൂട്രസ് മേലിൽ തന്നെ ആയിരിക്കും, യൂട്രസിൻ്റെ താഴ്ച ഉണ്ടാവില്ല, ഓൺലി യൂറിനറി ബ്ലാഡർ മാത്രമായിട്ട് താഴെ വരും. അപ്പോൾ അത് പേഷ്യൻസിന് ഒരു വലിയ അസ്വസ്ഥത ഉണ്ടാക്കും. ചിലവർക്ക് ഒന്നും അറിയില്ല, ചിലവർക്ക് അവിടെ എന്തോ ഒരു സംഭവം ഇരിക്കുന്ന പോലെ തോന്നും, പിന്നെ യൂറിൻ ഇൻകംപ്ലീറ്റ് ആയിട്ട് പോകുന്ന പോലെ തോന്നും. അപ്പോൾ അത് റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷനും ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനത്തെ സംഭവമായിട്ട് വരുമ്പോൾ നമ്മളൊരു ലോക്കൽ എക്സാമിനേഷനൊക്കെ ചെയ്യുമ്പോൾ ഒരു ബ്ലാഡർ മാത്രമായിരിക്കും തള്ളി വരുന്നത്. ചിലപ്പോൾ ഒരു ബാക്കിലൊക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി നോക്കിയാൽ ചിലപ്പോൾ വൻകുടലിൻ്റെ ഭാഗം റെക്ടം എന്ന് പറയും, റെക്ടൽ പ്രൊലാപ്സും വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു മസിൽ വീക്ക്നെസ്സിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഏജ് റിലേറ്റഡ് അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ്, ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിൻ്റെ ഒരു ഭാഗമാണ്. മസിൽ വീക്ക്നെസ് ആണ് അതിൻ്റെ മെയിൻ റീസൺ. ഈ ബ്ലാഡർ പ്രൊലാപ്സിന് എന്തൊക്കെയാണ് നമുക്ക് സൊല്യൂഷൻ ഉള്ളത്? അപ്പോൾ ആക്ച്വലി എല്ലാ ബ്ലാഡർ പ്രൊലാപ്സും സർജറി ചെയ്യേണ്ട ആവശ്യമോ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ത്രൂ വെജൈന കറക്ഷനൊക്കെ നമുക്ക് പോസിബിളാണ്. പക്ഷേ അതിന് നമ്മൾ ഈ ഈസ്ട്രജൻ, മെനോപോസ് ലേഡീസ് ആണെങ്കിൽ ഈസ്ട്രജൻ ക്രീം അപ്ലൈ ചെയ്യാൻ പറയും. ആ സിംറ്റംസ് കുറയ്ക്കും. ആ ഒരു ഫുൾനെസ് ഇൻ വെജൈന എന്ന് പറയും, അതിൻ്റെ സിംറ്റംസ് കുറയ്ക്കും. പിന്നെ ഒത്തിരി താഴോട്ട് ഇറങ്ങിയ ബ്ലാഡറൊക്കെ ആണെങ്കിൽ നമുക്ക് വെജൈനയിൽ കൂടെ തന്നെ അത് റിപ്പയർ ചെയ്ത് മേലിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ പിന്നെ റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ വരുവാണെങ്കിലും ഇത് കാരണം ഉള്ള യൂറിനറി പ്രോബ്ലംസ് ഇൻകംപ്ലീറ്റ് ആയിട്ട് അത് എംപ്റ്റി ആവും, അങ്ങനത്തെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളത് സർജിക്കൽ കറക്ഷൻ തന്നെയാണ് അഡ്വൈസ് ചെയ്യുന്നത്. ഡോക്ടർ, നമ്മൾ ആദ്യം പറഞ്ഞ യൂറിനറി ഇൻകോണ്ടിനൻസിന് മെഡിസിൻ മാത്രം മതിയോ അതോ വേറെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ? ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് 2 തരത്തിൽ വരാം. ഒന്ന് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഉള്ള ഒരു ലീക്കേജ്, എക്സസൈസ് ചെയ്യുമ്പോഴെല്ലാം വരുന്ന ലീക്കേജ്, അത് മസിൽ വീക്ക്നെസ്, പ്യുവർ മസിൽ വീക്ക്നെസ് കൊണ്ട് വരാം. ചിലപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ള ഓവർ ആക്റ്റീവ് ബ്ലാഡർ കൊണ്ടും വരാം. അപ്പോൾ നമ്മൾ ഈ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിന് മെഡിസിൻസ് തന്നെയാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ്. അതിൽ തന്നെ നിറയെ പേഷ്യൻസിന് അത് നിയന്ത്രിക്കാൻ പറ്റും. അതിൻ്റെ റീസൺസ് ഡയബറ്റീസ്, സ്ട്രോക്ക്, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ റൂൾ ഔട്ട് ചെയ്ത് നമ്മൾ ഈ മെഡിസിൻസ് കൊണ്ട് നമുക്ക് ഈ യൂറിനറി ഇൻകോണ്ടിനൻസ്, ഏർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും, അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഈ മസിൽ വീക്ക്നെസ് കാരണം ഉണ്ടാകുന്ന ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസിന് ആദ്യം കുറച്ച് ഫിസിയോതെറാപ്പി, കിഗൽസ് എക്സസൈസ് ഇതുകൊണ്ടൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതിൽ സർജറീസ് ആവശ്യം വരും. ലൈക്ക് സ്ലിംഗ് സർജറീസ്, ലൈക്ക് TOT, TVT എന്ന് പറയുന്ന സ്ലിംഗ് സർജറീസ് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഈ സ്ട്രെസ് ഇൻകോണ്ടിനൻസിന് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ആ സമയത്ത് മാത്രമേ സർജിക്കൽ ആവശ്യം വരുള്ളൂ. പിന്നെ ഈ ഓവർ ആക്റ്റീവ് ബ്ലാഡർ ഒത്തിരി മെഡിസിൻസ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോഴാണ് ആ ബ്ലാഡറിലേക്ക് ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ കൊണ്ടൊക്കെ നമുക്കതിന് ഒരു പരിധി വരയ്ക്ക് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റും. ഈ നമുക്കല്ലാണ്ട് ജനറലി ഇപ്പോൾ എന്താണ് ഹോം റെമഡീസ് എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മൾ സാധാരണ യൂട്യൂബ് ഒരു ചെറിയ രീതിയിലൊക്കെയാണ് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് മൂത്രാശയ സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നം വന്നാലും ആദ്യം എല്ലാവരും പറയുന്ന ഇഷ്ടംപോലെ വെള്ളം കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ബാർലി വെള്ളം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ? ആക്ച്വലി നമ്മൾ യൂറിനറി ഈ സിംറ്റം പറയുമല്ലോ, യൂറിൻ ഇൻഫെക്ഷൻ ആണ് തോന്നുന്നു, ഒരു ബേണിംഗ് സെൻസേഷൻ ആണ്. അത് ആക്ച്വലി അസിഡിക് യൂറിൻ ആകുമ്പോഴാണ് കൂടുതൽ വരുന്നത്. നോട്ട് ഈവൻ അതൊരു ഇൻഫെക്ഷൻ ആവണമെന്ന് പോലും ഇല്ല. അപ്പോൾ ഈ ഹോം റെമഡീസ് എന്ന് പറയുന്നത് ഈ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ അസിഡിക് യൂറിൻ മാറും. അപ്പോൾ അതൊരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഈ പറയുന്ന ബാർലി വാട്ടറോ ആഡിക്വേറ്റ് വാട്ടർ ഇൻടേക്ക് ചെയ്താൽ മതി. പിന്നെയുള്ളത്
ഹോം റെമഡീസ് ആയിട്ട് പറയാൻ പറ്റില്ല. മെനോപോസ് ലേഡീസിന് ഈസ്ട്രജൻ ഹോർമോൺ അപ്ലിക്കേഷൻസ് ഇതുമാതിരി ഉള്ള കണ്ടീഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതൊരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോടെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈസ്ട്രജൻ ഹോർമോൺ ലോക്കലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഇത് ഈ സിംറ്റംസ് തുടങ്ങി ഏതൊരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് ശരിക്കും ഒരു ഡോക്ടറെ കാണേണ്ടത്? അത് ഈ പറഞ്ഞ പോലെ പേഷ്യൻറ്റ് നല്ല യൂറിനറി ഇൻകോണ്ടിനൻസ് വന്ന് പാഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടേ പുറത്തു പോകാൻ പറ്റുള്ളൂ, അവർക്കൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ആവുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും കാണണം. പിന്നെ റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ വരിക, യൂറിനിൽ ബ്ലഡ് കാണുക, ഇതൊക്കെ വരുമ്പോൾ തന്നെ യൂറോളജിസ്റ്റിനെ കണ്ട് ഡീറ്റെയിൽ ഇവാലുവേഷൻ ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം ഇതെല്ലാം ട്രീറ്റബിൾ കണ്ടീഷൻസ് ആണ്. ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഡോക്ടർ, ഇനിയുള്ളൊരു സംശയം, ഈ യൂറോ ഗൈനക് ഇഷ്യൂസ് എങ്ങനെയാണ്? ഇത്തരം ഈ യൂറോളജി പ്രോബ്ലംസിൻ്റെ മെയിൻ റീസൺസ് നോക്കിയാൽ ഒരു ഗൈനക് പ്രോബ്ലമാണ്. കാരണം അത് പ്രഗ്നൻസി, ഡെലിവറി, പെൽവിക് ഫ്ലോർ മസിൽസ്, ഇതെല്ലാം ഗൈനക്കോളജിയും യൂറോളജിയും റിലേറ്റഡ് ആയിട്ട് വരും. കാരണം ഒരു യൂട്രസിൻ്റെ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു വെജൈനയുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് യൂറിനറി ബ്ലാഡറിനെയും യൂറിത്രനെയും എല്ലാം എഫക്റ്റ് ചെയ്യും. ഈവൻ പെൽവിക് ഫ്ലോർ മസിൽസ് എല്ലാം റിലേറ്റഡ് ആണ്. അപ്പോൾ മിക്ക ഈ കണ്ടീഷൻസിനും നമ്മൾ യൂറോ ഗൈനക് പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് വേണം. ഇപ്പോൾ ഒരു മെനോപോസ് ലേഡിക്കാണെങ്കിൽ വെജൈനൽ ഡ്രൈനസ് കാരണം അല്ലെങ്കിൽ ഈസ്ട്രജൻ കുറയുന്നത് കാരണമുള്ള യൂറിനറി പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് യൂറോ ഗൈനക്കിൽ മെയിനായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം രണ്ടിൻ്റെയും പത്തോളജി നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ അത് ഫുള്ളായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഡോക്ടർ, ഈ പറഞ്ഞ യൂറോ ഗൈനക് ഇഷ്യൂസിൻ്റെ സൊല്യൂഷൻസും പ്രൊസീജിയേഴ്സും ഒക്കെ എങ്ങനെയാണ്? അപ്പോൾ ഇതിൽ ഈ ചില കണ്ടീഷൻസ് ഈ പറഞ്ഞ പോലെ യൂറിനറി ഇൻകോണ്ടിനൻസ്, റിക്കറൻറ്റ് UTI, ഈ ബ്ലാഡർ പെയിൻ, ഇതിനെല്ലാം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വളരെ ലഭ്യമാണ്. നമുക്ക് അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ചില കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻസ് ഉണ്ട്, യൂറോ ഗൈനക് ഫിസ്റ്റുലാസ് എന്ന് പറയും. എന്ന് വെച്ചാൽ യൂറിറ്റർ ടു വെജൈന ഫിസ്റ്റുല അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ ടു വെജൈന ഫിസ്റ്റുല. അപ്പോഴും കണ്ടിന്യൂസ് യൂറിനറി ലീക്കേജ് ഒക്കെ വരും. മിക്കവാറും ചില ശസ്ത്രക്രിയക്ക് ശേഷം, ചില സർജറി, പെൽവിക് സർജറീസിൻ്റെ ശേഷം വരുന്ന ചില പ്രോബ്ലംസ് ആണ്. അപ്പോൾ അങ്ങനത്തേതൊക്കെ കോംപ്ലിക്കേറ്റഡ് യൂറോ ഗൈനക് പ്രൊസീജിയേഴ്സിൽ വരും. അപ്പോൾ അത് നമുക്ക് കീഹോളായിട്ടോ റോബോട്ടിക് സർജറീസിലൊക്കെ വെച്ച് അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ യൂറിനറി ഇൻകോണ്ടിനൻസിന് ഈ സ്ലിംഗ് സർജറീസ്, TOT, TVT, അതും ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ്. അപ്പം ഡോക്ടർ, ഇങ്ങനെ ഈ റോബോട്ടിക് സർജറിയുടെ കാര്യം മെൻഷൻ ചെയ്തല്ലോ, അത് എത്രത്തോളം ഫീസിബിൾ ആണ് ഡോക്ടർ? ഈ യൂറോ ഗൈനക് കണ്ടീഷൻസ്, ചില കോംപ്ലിക്കേറ്റഡ് കേസ് ഞാൻ പറഞ്ഞ പോലെ യൂറോ ഗൈനക് ഫിസ്റ്റുല, ഇങ്ങനത്തെ സർജറീസ് എല്ലാം ഈ പെൽവിസിലേക്ക് അകത്തേക്കുള്ള സർജറീസാണ്. അതിൽ നമ്മൾ അറ്റ് പ്രസൻറ്റ് ലാപ്രോസ്കോപ്പിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റോബോട്ടിക് സർജറി ആണെങ്കിൽ അത് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടും കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിട്ടും ചെയ്യാൻ പറ്റും. യൂറോ ഗൈനക് ഫിസ്റ്റുലാസിൽ ചെയ്യാം. പിന്നെ ചില ബ്ലാഡർ പ്രൊലാപ്സ്, പിന്നെ വോൾട്ട് പ്രൊലാപ്സ് എന്നൊക്കെ പറയും. ആഫ്റ്റർ ഹിസ്റ്ററക്ടമി ഈ വെജൈനൽ പ്രൊലാപ്സ് വരും. അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ നമ്മൾ റോബോട്ടിക് സർജറി കൊണ്ടാണ് നമ്മൾ കറക്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ടെക്നിക്ക്. അപ്പോൾ തീർച്ചയായും ഈ റോബോട്ടിക് സർജറി യൂറോ ഗൈനക്കോളജി സർജറിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ് എങ്ങനെയാണ് ഡോക്ടർ? റോബോട്ടിക് സർജറി 100% സക്സസ് ആണ്. നമ്മൾ ഇത്രയും നാൾ അത് ലാപ്രോസ്കോപ്പി ചെയ്തിരുന്ന സെയിം ടെക്നിക്ക് തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ച് റോബോട്ടിക് ആംസ് എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. അപ്പോൾ സർജൻസിന് വളരെ നല്ലൊരു 3D വിഷനിൽ കാണാനും അതിന് നല്ല ടിഷ്യൂസ് എല്ലാം വളരെ ഡെലിക്കേറ്റായിട്ട് നമുക്ക് ഡിസെക്റ്റ് ചെയ്യാനും സർജറി ചെയ്യാനും സൂച്ചർ ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ. അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ ലാപ്രോസ്കോപ്പിന് വെച്ച് കുറച്ചുകൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് റോബോട്ടിക് സർജറി. ഈ ഫൈബ്രോയിഡ്സ് വന്നിട്ട് യൂറിൻ കംപ്ലീറ്റ് ആയിട്ട് പാസ് ആവാത്തൊരു സ്റ്റേജ് ഉണ്ട്. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു UTI, അങ്ങനെ ഒരു കോമൺ കാര്യം കേൾക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് മെനോപോസ് ആയ സ്ത്രീകളിലാണ് കൂടുതലും കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഈ ഫൈബ്രോയിഡ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് കോസാണ്. ഈ യൂറിനറി റിട്ടൻഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ യൂറിൻ പാസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഫൈബ്രോയിഡ്സ് പല സ്ഥലത്തും വരും യൂട്രസിൽ. അപ്പോൾ ലോവർ എൻഡ് ഓഫ് യൂട്രസിൽ വരുന്ന ഫൈബ്രോയിഡ്സ് ഈ ബ്ലാഡറിൻ്റെ നെക്കിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ അത് ബ്ലാഡർ നെക്കിനെ കംപ്രസ് ചെയ്യും. അപ്പോൾ പേഷ്യൻസ് പെട്ടെന്ന് വരുന്ന പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യാൻ പറ്റിയില്ല, എനിക്കൊരു കാത്തീറ്റർ അല്ലെങ്കിൽ ട്യൂബ് ഇടേണ്ടി വന്നു, അത്രയും ഒരു കണ്ടീഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ കാത്തീറ്റർ ഇട്ട് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഫൈബ്രോയിഡ്സ് ഉള്ളതായിട്ട് അറിയും. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ അത് ഫൈബ്രോയിഡിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തായാലും ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യാനുള്ള സർജറി അഡ്വൈസ് ചെയ്യും അവർക്ക്. അപ്പോൾ എല്ലാ ഫൈബ്രോയിഡ്സും യൂറിനറി റിട്ടൻഷൻ ഉണ്ടാക്കില്ല. അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ സൈസ്, അത് ബ്ലാഡർ നെക്കിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ എന്തായാലും യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളായിരിക്കും. അത് കാരണം ചിലപ്പോൾ മൂത്രം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് യൂറിനറി ഇൻഫെക്ഷനും വരാം.
പിന്നെ ഡോക്ടർ ഈ സ്റ്റോൺസിന്റെ കാര്യം കൂടി ഒന്ന് മെൻഷൻ ചെയ്യാമോ? കിഡ്നി സ്റ്റോൺസ് അല്ലേ? കിഡ്നി സ്റ്റോൺസ്. കിഡ്നി സ്റ്റോൺസ് നമുക്ക് പലതരത്തിലും വരാം. അന്ന് കിഡ്നിക്ക് അകത്ത് വരാം, കിഡ്നിയിൽ നിന്ന് വരുന്ന യൂറിറ്റർ എന്ന് പറയും, ആ ട്യൂബിനകത്ത് ഉണ്ടാകുന്ന സ്റ്റോൺ ആവാം, മൂത്രസഞ്ചി ബ്ലാഡറിനകത്ത് വരുന്ന സ്റ്റോൺ ആവാം. ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. അപ്പം നമുക്കറിയുന്ന എന്താണ്, പെട്ടെന്ന് പേഷ്യൻറ്റിന് വേദനയായിട്ട് വരുന്നതാണ് കിഡ്നി സ്റ്റോൺസ് എന്ന് പലരും കരുതും. പക്ഷേ ഈ വലിയ സ്റ്റോൺസ്, കിഡ്നിക്കകത്ത് വളരുന്ന വലിയ സ്റ്റാഗോൺ സ്റ്റോൺസ് എന്നൊക്കെ പറയുന്നതിന് ഒരു പെയിനൊന്നും ഉണ്ടാവില്ല. അത് ഇങ്ങനെ വല്ല ഹെൽത്ത് ചെക്കപ്പിലോ അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും വേണ്ടി ഒരു അൾട്രാസൗണ്ട് എടുക്കുമ്പോഴായിരിക്കും വലിയ സ്റ്റോൺ കിഡ്നിക്കകത്ത് കാണുക. അപ്പോൾ ചെറിയ സ്റ്റോൺസ് ട്യൂബിൽ യൂറിറ്ററിൽ ഇറങ്ങുമ്പോൾ മാത്രമേ വളരെ പെയിൻഫുള്ളായി വോമിറ്റിംഗ്, ബ്ലഡ് ഇൻ യൂറിൻ, ഇത് ഇങ്ങനെ പല കണ്ടീഷനായിട്ട് നമുക്ക് പെട്ടെന്ന് എമർജൻസിയിൽ വരിക. അല്ലാത്ത സ്റ്റോൺസൊക്കെ വളരെ സൈലൻറ്റ് സ്റ്റോൺസ് ആയിരിക്കും. പിന്നെ മൂത്രസഞ്ചിയിൽ ബ്ലാഡർ സ്റ്റോൺസ് എന്ന് പറയുന്നത് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ്, ഈ പറയുന്ന മേലെയുള്ള സ്റ്റോൺ ബ്ലാഡറിൽ വന്നതാവാം, അല്ലെങ്കിൽ മെയിൽസിനാണെങ്കിൽ പ്രോസ്റ്റേറ്റ് വീക്കം കാരണം മൂത്രം തങ്ങി നിന്ന് ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടായതാവാം. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ സ്റ്റോണിൽ എവിടുത്തെ സ്റ്റോണാണ് എന്ന് വെച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എമർജൻസിയിൽ വരുന്ന യൂറിറ്ററിനകത്ത് ബ്ലോക്കായ സ്റ്റോൺ ആണെങ്കിൽ നമ്മളത് URS അല്ലെങ്കിൽ RIRS എന്ന് പറഞ്ഞ എൻഡോസ്കോപ്പി ഉപയോഗിച്ച് ലേസറൊക്കെ വെച്ച് പൊടിച്ച് സ്റ്റെൻ്റൊക്കെ ഇടേണ്ട ഒരു സർജറിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കിഡ്നിക്കകത്താണെങ്കിൽ പേഷ്യൻ്റ് ചിലവർക്ക് പെയിൻ ഉണ്ടാവും, ചിലപ്പോൾ ബ്ലഡ് ഇൻ യൂറിനൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ച്, ഇപ്പോൾ ചെറിയ സൈസ് സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ ലെസ് ദാൻ 2 സെൻറ്റിമീറ്റേഴ്സ് ഒക്കെയാണ് സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ ലേസർ വെച്ച് നമ്മൾ RIRS എന്ന് പറഞ്ഞ പ്രൊസീജിയർ വെച്ച് കല്ലൊക്കെ പൊടിച്ചു കൊടുക്കാം. ചിലത് കീ ഹോളായിട്ട് ചെയ്യേണ്ടി വരും. വലിയ സ്റ്റോൺസ്, സ്റ്റാഗോൺ സ്റ്റോൺസ് എന്നൊക്കെ പറയുന്നത് കിഡ്നിനെ ഡയറക്റ്റ് നമ്മൾ പങ്ക്ചർ ചെയ്യും. അത് PCNL, മിനി PCNL എന്നൊക്കെ പറയും. അത് വെച്ച് പങ്ക്ചർ ചെയ്ത് നമ്മൾ ലേസർ വെച്ചോ അല്ലെങ്കിൽ ലിത്തോട്രിപ്സി വെച്ചോ കല്ല് പൊടിച്ചു കൊടുക്കും. ബ്ലാഡർ സ്റ്റോൺസിനും ഇതുപോലെ എൻഡോസ്കോപ്പിക്കായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്ന കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ചെയ്ത് ബ്ലാഡർ സ്റ്റോണും ചെയ്യാം. അപ്പോൾ എല്ലാം ഏത് സ്ഥലത്താണ് സ്റ്റോൺ, എവിടെയാണ്, അതായത് പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ മെൻഷൻ ചെയ്യുന്ന പ്രൊസീജിയേഴ്സിന് ഒരാളുടെ ഏജുമായിട്ട് എന്താണ് റിലേഷൻ ഉള്ളത് ഡോക്ടർ? അപ്പോൾ ഏജും സ്റ്റോണുമായിട്ട് ചാൻസ് കുറവാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് യങ് മെയിൽസിനൊക്കെ ഇപ്പോൾ നിറയെ പേര് ഒരുപാട് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് എടുക്കും. അങ്ങനെയുള്ളവർക്ക് ഹൈ യൂറിക് ആസിഡ് വരും ബ്ലഡിൽ. അത് യൂറിക് ആസിഡ് സ്റ്റോൺസ് ആയിട്ട് വരും, ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് പാസ് ചെയ്യും. അപ്പോൾ പേഷ്യൻറ്റ് പെട്ടെന്ന് പെയിൻ വരാം. ഈവൻ നല്ല പെയിൻഫുള്ളായിട്ട് അല്ലെങ്കിൽ കിഡ്നിക്കകത്തൊരു വലിയ സ്റ്റോണൊക്കെ ആയിട്ട് വന്ന് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മെയിൻ ഹൈ പ്രോട്ടീൻ ഡയറ്റും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കുടിക്കുന്ന കുറയുക, ഇതെല്ലാം ആകുമ്പോൾ വരാറുണ്ട്. ഏജായിട്ട് അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫാമിലി ഹിസ്റ്ററി, പിന്നെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ ബോഡിയുടെ ഒരു പ്രോബ്ലം ആയിരിക്കും. നമ്മുടെ കിഡ്നിയുടെ അരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കാൽഷ്യം, ഓക്സലേറ്റ്, യൂറിക് ആസിഡ് ഇതൊക്കെ അരിക്കുന്ന ആ മെക്കാനിസത്തിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് അത് കിഡ്നിയിൽ മിനറൽസ് ഡെപ്പോസിറ്റ് ആവുന്നത്. ഇപ്പോൾ ഏജ് എന്ന് പറയുമ്പോൾ ഈ ഒരു അത് മാത്രമേ നമുക്ക് ഏജ് ആയിട്ട് പറയാൻ പറ്റൂ. പ്രൊസീജിയേഴ്സ് ചെയ്യാനാണെങ്കിൽ, അതായത് നമുക്ക് ഒരു ഏജ് കഴിഞ്ഞ ഈ പ്രൊസീജിയർ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സർജറി അങ്ങനെ എന്തെങ്കിലും? ഒരിക്കലും ഇല്ല. നമുക്കത് എല്ലാ ഫിറ്റ്നസ്സും നോക്കി ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ വേറൊരു പ്രൊസീജിയർ വെച്ച് നമുക്ക് അവർക്ക് സ്റ്റോൺ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. കാര്യം മിക്കവർക്കും ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മേജർ സർജറി ആകുമ്പോൾ ഒരു പേടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ സക്സസ് റേറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പെയിൻ ഒക്കെ ഉള്ള സക്സസ് റേറ്റ് ഈ സ്റ്റോണിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം ക്ലിയറൻസ് കൊടുത്താൽ അത് വൺസ് ഒരു സ്റ്റോൺ ഫോർമറിന് ലൈഫ് ലോങ് റിസ്ക് ഫോർ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ അവർ റെഗുലർ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് പിന്നെ ഒരേ ഗ്യാപ്പ് വരാൻ പാടില്ല. അവർ എവറി ഇയർ അല്ലെങ്കിൽ എവറി 2 years വന്ന് ഒരു അൾട്രാസൗണ്ട് എടുക്കുക, കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് മെഡിസിൻസ് കൊടുക്കാം, അതിന് ട്രീറ്റ് ചെയ്യാം. അല്ലാതെ ഒരിക്കലും നമുക്കത് വരില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ സക്സസ് റേറ്റ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് കം ഫോർ എ ഫോളോ അപ്പ്, അതായിരിക്കും പ്രിവെൻഷൻ ഇസ് ബെറ്റർ. മാം, നമുക്ക് ഈ UTI അല്ലെങ്കിൽ യൂറോളജിക്കൽ ഹൈജീൻ എങ്ങനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം? ഈ റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷനിൽ ഒരു മെയിൻ ഫാക്ടർ ഹൈജീൻ തന്നെയാണ്. അതിൽ വൺ കോസ് പറയുന്നത് വാട്ടർ ഇൻടേക്ക് ആൻഡ് അഡിക്വേറ്റ് ആയിട്ട് ബ്ലാഡർ എംറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. പിന്നെയുള്ളത് റിക്കറൻറ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ഒരു റീസണാണ്. അപ്പോൾ സെക്ഷൽ ഹൈജീൻ എന്ന് പറയും. അത് കോൺടാക്റ്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ബ്ലാഡർ ഷുഡ് ബി എംറ്റി. അത് ബ്ലാഡർ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നത് നല്ലതാണ്, വാഷ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതും നല്ലതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സെക്ഷൽ ഇൻ്റർകോഴ്സ്.
പിന്നെയുള്ളത് നമ്മൾ ടോയ്ലറ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്യണമെങ്കിലും ഒക്കെ വൈപ്പ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ടു ബാക്ക് എപ്പോഴും വൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മസ്റ്റായിട്ട് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അത് വീണ്ടും റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും വെജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും റീസണാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ 2.5 ലിറ്റേഴ്സ് വെള്ളം ധാരാളം കുടിക്കുക, നിറയെ കറക്റ്റ് സമയത്തിന് പോയി യൂറിൻ പാസ് ചെയ്യുക. പിന്നെ വൺ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അവോയ്ഡ് കോൺസ്റ്റിപ്പേഷൻ. മലബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അതൊരിക്കലും നമുക്ക് മലബന്ധമുള്ള ആൾക്കാർക്ക് റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ്. അപ്പോൾ അഡിക്വേറ്റ് ഫൈബർ റിച്ച് ഫുഡ് എടുക്കുക, വെള്ളം കുടിക്കുമ്പോൾ തന്നെ കുറേയൊക്കെ കോൺസ്റ്റിപ്പേഷൻ കുറയും. പിന്നെ ഇനി മെഡിസിൻസ്, ലാക്സേറ്റീവ്സ്, ഇപ്പോൾ സിറപ്പ് എന്തെങ്കിലും കുടിച്ച് കോൺസ്റ്റിപ്പേഷനും അവോയ്ഡ് ചെയ്യണം. ഇപ്പോൾ നിറയെ കുട്ടികൾക്ക് റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ്റെ വൺ റീസൺ അവരുടെ ബവൽ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അതും ഒരു ഹൈജീൻ ഇഷ്യൂ ആണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാൻ പേരൻസിനടുത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടർ, അടുത്ത ഒരു കാര്യം, ഒരു സംശയം, നമ്മൾ ഈ ഉറക്കത്തിൽ ഉറങ്ങി ഒരുപാട് പ്രാവശ്യം യൂറിനേറ്റ് ചെയ്യാൻ എണീക്കുക, അല്ലെങ്കിൽ അതായത് നമ്മൾ റിലാക്സ്ഡ് ആണ് പക്ഷെ നമ്മൾ ഈ ഒരു യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി എണീറ്റുകൊണ്ടിരിക്കുക കുറേ പ്രാവശ്യം, അപ്പോൾ അതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ രാത്രി ഒരുപാട് തവണ എണീക്കുക അല്ലെങ്കിൽ മോർ ദാൻ 2-3 ടൈംസ് എണീക്കുന്നത് എല്ലാവർക്കും അതൊരു പ്രോബ്ലം തന്നെയാണ്, എസ്പെഷ്യലി ഓൾഡ് ഏജിൽ. കാരണം അവർ പലതവണ എണീക്കുമ്പോൾ അവർക്ക് വീഴാൻ ചാൻസ് കൂടുതലാണ്. അവർക്ക് അത് കാരണം BP കൂടും, ഉറക്കം കുറയുന്നത് കാരണം BP കൂടും ഒക്കെ ഒരു റീസൺ. നമ്മളത് ട്രീറ്റ് ചെയ്യണം. കാരണം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താ റീസൺ എന്നും കൂടെ നമ്മൾ നോക്കണം. ഇപ്പോൾ മെയിൽ പേഷ്യൻസിനാണെങ്കിൽ അത് ഫസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് ആണ്. അതിൻ്റെ ഫസ്റ്റ് സിംറ്റമാണ് രാത്രി ഒരുപാട് തവണ എണീക്കുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ വർക്കപ്പ് അൾട്രാസൗണ്ട് ചെയ്ത് പ്രോസ്റ്റേറ്റിൽ എന്തെങ്കിലും എൻലാർജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്യണം. പിന്നെ ഡയബറ്റീസ് നോക്കണം. ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആണെങ്കിൽ ചില ഡയബറ്റീസ് മെഡിസിൻസ് ഉണ്ട്, ഇതുപോലെ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഉണ്ടാക്കുന്ന ചില ഡയബറ്റിക് മെഡിസിൻസ്, അത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ലൈക്ക് പാർക്കിൻസോണിസം, ഡിമെൻഷ്യ അല്ലെങ്കിൽ സ്ട്രോക്ക് പേഷ്യൻസ്, ഇവർക്കൊക്കെ ഭയങ്കര ഓവർ ആക്റ്റീവ് ബ്ലാഡർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ടും രാത്രി ഒരുപാട് തവണ എണീക്കും. പിന്നെ കോമൺ ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ, ഈ ഫീമെയിൽസിന് മെനോപോസൽ സിംറ്റംസ്, ഇതെല്ലാം ഒരു മൾട്ടിപ്പിൾ ടൈം രാത്രി എണീക്കാൻ ഒരു റീസണാണ്. പക്ഷേ ഓൾഡ് ഏജിൽ എന്ന് വെച്ചാൽ അത് ട്രീറ്റ് ചെയ്യേണ്ടതെന്നല്ല, ഡെഫിനറ്റ്ലി അത് നമ്മൾ അവരുടെ ഉറക്കം ബാധിക്കുന്നുണ്ട്, അവർക്ക് എണീറ്റ് ബാത്റൂം വരെ പോകാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അറിയാതെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് മെഡിസിൻസ് ഉണ്ട്. ഈ ഓവർ ആക്റ്റീവ് ബ്ലാഡറിൻ്റെ മെഡിസിൻസ് കൊടുത്ത് അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ റീസൺസ് കൂടെ നോക്കി നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ പ്രോസ്റ്റേറ്റ് ആണെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്യുക, അൺകൺട്രോൾ ഡയബറ്റീസ് ആണെങ്കിൽ അതിന് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ നൊക്ടൂറിയ അല്ലെങ്കിൽ രാത്രി ഒരുപാട് തവണ എണീക്കുന്നതിന് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ശരി ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.